ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചക്കരമാങ്ങയുടെ റെസിപ്പിയാണ്. അതിനൊരു 5 മാങ്ങ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനി ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. അച്ചാറിന് അരിയുന്ന പോലെയല്ല, കുറച്ച് വലിയ പീസായിട്ട് എടുക്കണം. നല്ല കട്ടിയുള്ള പീസായിട്ട്, തീരെ നൈസും അല്ല, എന്നാൽ കുറച്ച് കട്ടിയായിട്ട് കേട്ടോ. അങ്ങനെ ഈ റെസിപ്പി ശരിക്കും എൻ്റെ അല്ല കേട്ടോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തതാണ് ഈ റെസിപ്പി. ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ യൂട്യൂബിലിട്ടതാണ് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം അതിനകത്തേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലെണ്ണയാണ് ഉപയോഗിക്കണം കേട്ടോ, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിനകത്തേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് എടുക്കണം. ഈ കൂട്ടുന്നത് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കണേ. എന്നിട്ട് അതേ പാനിൽ അതേ എണ്ണയിലേക്ക് ആ മാങ്ങയെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പാൻ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റിയത്. എന്നിട്ട് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് മാങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ, സെയിം എണ്ണയിൽ തന്നെ. അതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടണേ മാങ്ങ. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു ചെറിയ പാൻ എടുക്കുക, അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കണേ. നല്ലെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിടുക, പിന്നെ ഉലുവ, അത്ര ഒന്ന് മൂപ്പിക്കണം കേട്ടോ. എന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടുക, 1/2 സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചിടണം കേട്ടോ. എന്നിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ചേർക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. എൻ്റെ കയ്യിൽ ശർക്കരപ്പാനി ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുകണ പോലെ ആക്കിയെടുക്കണം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത്, നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഉള്ളത് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ, അതാണ് ചേർക്കേണ്ടത് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ആ മിക്സും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുക്കണം കേട്ടോ. പിന്നെ ചേർക്കേണ്ടത് 2 സ്പൂൺ വിനാഗിരിയാണ്. വിനാഗിരിയും കൂടെ 2 സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമില്ലാതെ ഒന്ന് കുറുകിയത് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ മാങ്ങയില്ലേ, അത് നന്നായിട്ട് തണുത്തതിന് ശേഷം കേട്ടോ മാങ്ങ ഇടണം കേട്ടോ. മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചക്കരമാങ്ങ റെഡി ആയിട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ ഇരിക്കും കൺസിസ്റ്റൻസി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നീടാണെങ്കിലും ഇത് ഉപയോഗിക്കാം. നല്ല രുചിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ചക്കര മാങ്ങ റെഡി. സിമ്പിളല്ലേ.